ഹായ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് വില്ലേജ് ഓഫീസിൽ നിന്നും ലഭിക്കുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിനെ കുറിച്ചാണ്. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്താണ്, അത് ആർക്കൊക്കെ ലഭിക്കും, സ്റ്റേറ്റിന് പുറത്ത് കേരളത്തിന് പുറത്ത് ജനിച്ചവർക്ക് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് അർഹതയുണ്ടോ, മാതാപിതാക്കൾ കേരളത്തിന് പുറത്താണെന്നുണ്ടെങ്കിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ലഭിക്കുമോ, അതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അതിനു മുമ്പ് വില്ലേജ് ഓഫീസ് എന്താണ്, വില്ലേജ് ഓഫീസിൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് വില്ലേജ് ഓഫീസിൽ നിന്നും ഇഷ്യൂ ചെയ്യുന്നതെന്ന് നോക്കാം. കാരണം വില്ലേജ് ഓഫീസിനെ കുറിച്ച് അധികം ആൾക്കാർക്ക് കേട്ടിട്ടുള്ളേ ഉള്ളൂ. അത് വലിയ ബുദ്ധിമുട്ടാണ്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കില്ല എന്നൊക്കെ പലരും കേട്ടിട്ടുണ്ട്. അതുപോലെ അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് അവിടെ എന്തൊക്കെയാണ് ഇഷ്യൂ ചെയ്യുന്നത്, സർട്ടിഫിക്കറ്റ്സ് എന്തൊക്കെയാണെന്നൊന്നും ആർക്കും അറിയത്തില്ല. അപ്പം അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വലിയ ബുദ്ധിമുട്ടാണ് വില്ലേജ് ഓഫീസിൽ ഒരു കാര്യത്തിന് പോകാനെന്നാണ് എല്ലാവരുടെയും വിചാരം. പക്ഷേ വില്ലേജ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇതൊക്കെ കിട്ടും. ഇപ്പോൾ ഗവൺമെൻറ്റൊക്കെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാം ഓൺലൈൻ വഴിയൊക്കെ കൊടുക്കുന്നുണ്ട്. പല കാര്യങ്ങളും സർട്ടിഫിക്കറ്റിൻ്റെ അപേക്ഷകളൊക്കെ അക്ഷയ വഴിയൊക്കെ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ വില്ലേജ് ഓഫീസിൻ്റെ സേവനങ്ങൾ ഇപ്പം പണ്ടത്തെ പോലെയല്ല, കുറച്ചുകൂടിയൊക്കെ എളുപ്പമായി മാറുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് ഇഷ്യൂ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഒന്ന് ഇൻകം സർട്ടിഫിക്കറ്റ് ആണ്. രണ്ട് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്. ഈ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിന് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബിനും കൊടുക്കും. അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് പല കാര്യങ്ങൾക്ക് വേണം. അവർക്ക് ഒരു ജോലി സംബന്ധമായ കാര്യങ്ങൾക്കും അപേക്ഷ കൊടുക്കാനും ഒക്കെ വേണ്ടി വരും. അതുപോലെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, റെസിഡൻസ് സർട്ടിഫിക്കറ്റ്, ഐഡൻറ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ്, പൊസഷൻ സർട്ടിഫിക്കറ്റ്, റിലേഷൻ സർട്ടിഫിക്കറ്റ്, ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ്, ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ്, വൺ ആൻഡ് ദ സെയിം സർട്ടിഫിക്കറ്റ്. വൺ ആൻഡ് ദ സെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 അഡ്രസ്സിലായിരിക്കും നമ്മൾ താമസിക്കുന്നത്. അപ്പം നമ്മൾ അഡ്രസ്സിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ വൺ ആൻഡ് സെയിം വില്ലേജ് പോയി വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയും. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നതാണ് വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ്. നോൺ ക്രിമി ലെയർ സർട്ടിഫിക്കറ്റ്, വിഡോ സർട്ടിഫിക്കറ്റ്, നോൺ റീമാരീഡ് സർട്ടിഫിക്കറ്റ്, സർട്ടിഫിക്കറ്റ് ടു പ്രൂവ് മാരീഡ് ടു ഈച്ച് അതർ, വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് അപ് ടു 1 lakh rupees, സോൾവൻസി സർട്ടിഫിക്കറ്റ് അപ് ടു 1 lakh rupees. അടുത്ത ഡ്യൂട്ടീസും ഫങ്ഷൻസും വില്ലേജ് ഓഫീസറുടെ ഫങ്ഷൻസ് എന്തൊക്കെയെന്ന് വെച്ചാൽ ഇത്രയും സർട്ടിഫിക്കറ്റ്സ് ആണ് കൊടുക്കുന്നത്. പിന്നെ ഡ്യൂട്ടീസും ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് കസ്റ്റോഡിയൻ ഓഫ് ഗവൺമെൻറ് ലാൻഡ്സ്. ഗവൺമെൻറ് ലാൻഡ്സിൻ്റെ കസ്റ്റോഡിയനാണ്, സർക്കാർ ഭൂമിയുടെ. റെപ്രസെൻറ്റിംഗ് ദ ഗവൺമെൻറ് അറ്റ് വില്ലേജ് ലെവൽ. വില്ലേജ് ലെവലിൽ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. മെയിൻ്റനൻസ് ഓഫ് വില്ലേജ് റെക്കോർഡ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. സെർവിങ് ആൻഡ് പബ്ലിക്കേഷൻ ഓഫ് നോട്ടീസസ്. കളക്ഷൻ ഓഫ് ലാൻഡ് റവന്യൂ പിരിക്കണം. ലാൻഡ് അക്വിസിഷൻ, ലാൻഡ് അസൈൻമെൻറ്റ്, ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രി, ലാൻഡ് കൺസർവൻസി, ലാൻഡ് റിലിംഗ്വിഷ്മെൻറ്റ്, ലാൻഡ് ടാക്സ്, കരം അടയ്ക്കുന്നത് നമ്മൾ വില്ലേജിലാണ്. റവന്യൂ റിക്കവറി, S&B ആക്ട്, എസ്റ്റേറ്റ്സ് ആൻഡ് ഫോർഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ ഇൻ കേസ് എനി പേഴ്സൺ in possession of any movable or immovable property has died intestate and without any legal heirs make a report to തഹസീൽദാർ. അവർ ആരെങ്കിലുമൊക്കെ ലീഗൽ ഹെയർസ് ഇല്ലാതെ മരണപ്പെട്ടാൽ, ആരുമില്ല, അപ്പോൾ ഒരു വസ്തു വെറുതെ കിടക്കുന്നു, അല്ലെങ്കിൽ ഒരു മൂവബിൾ പ്രോപ്പർട്ടി കാറോ എന്തെങ്കിലും വെറുതെ കിടക്കുന്നെങ്കിൽ ഇവർ വില്ലേജ് ഓഫീസർ തഹസീൽദാർക്ക് റിപ്പോർട്ട് കൊടുക്കണം. അടുത്ത പ്രൊട്ടക്ഷൻ ഓഫ് റിവർ ബാങ്ക്സ് ആൻഡ് റെഗുലറൈസേഷൻ ഓഫ് റിമൂവൽ ഓഫ് സാൻഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വില്ലേജ് ഓഫീസറുടെ ഫങ്ഷൻസ് ആൻഡ് ഡ്യൂട്ടീസ്. റെക്കോർഡ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇത്രയും റെക്കോർഡ്സും. അതിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കത് നോക്കാം. കേരള ലാൻഡ് റവന്യൂ മാനുവലിലാണ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതെന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ഒരാൾ ജന്മം കൊണ്ട് കേരളീയനാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിനാണിത്. അതായത് ഒരാൾ കേരളത്തിൽ ജനിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ജനന സർട്ടിഫിക്കറ്റ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരമായി ഉപയോഗിക്കാമെന്നതിനാൽ ജനന സർട്ടിഫിക്കറ്റ് ലഭ്യമല്ലാത്ത ആളുകൾക്ക് മാത്രമേ സാധാരണഗതിയിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അനുവദിക്കേണ്ടതായുള്ളൂ. അപ്പം ജനന സർട്ടിഫിക്കറ്റ് കിട്ടാത്തവർക്ക് മാത്രമേ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതായിട്ടുള്ളൂ. കേരളത്തിനുള്ളിൽ ജനിച്ച ആളുകൾക്ക് മാത്രമല്ല നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് അർഹതയുള്ളത്. അപ്പോൾ കേരളത്തിന് പുറത്ത് ജനിച്ചവർക്കും ഉണ്ട്. കേരളത്തിന് പുറത്ത് ജനിച്ച വ്യക്തികൾക്കും ചുവടെ ചേർക്കുന്ന നിബന്ധനകൾക്ക് വിധേയമായി നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അനുവദിക്കാവുന്നതാണ്. അപ്പം കേരളത്തിന് പുറത്തുള്ളവർക്ക് കൊടുക്കാം, പക്ഷേ കുറച്ച് നിബന്ധനകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തത്, മാതാപിതാക്കൾ 2 പേരും കേരളത്തിൽ ജനിച്ചു വളർന്നവരാണെങ്കിൽ. അപ്പം മാതാപിതാക്കൾ കേരളത്തിൽ ജനിച്ചു, പിന്നെ അവർ മറ്റു സ്റ്റേറ്റുകളിൽ പോയി അവിടെ ഒരു കുട്ടി ജനിച്ചാൽ അവർക്ക് കേരളത്തിലെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് അർഹതയുണ്ടായിരിക്കും. 2, മാതാപിതാക്കളിൽ ഒരാൾ കേരളത്തിൽ ജനിച്ച് വളർന്നയാളും. അപ്പോൾ ഒരാൾ കേരളത്തിൽ ജനിച്ച ആളും മറ്റേ ആൾ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്ത് ജനിച്ച ആളും. അപ്പം ഒരാൾ കേരളത്തിലോ ഒരാൾ കർണാടകത്തിലോ ആണെങ്കിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ മഹാരാഷ്ട്രയിലോ ഒക്കെ ആണെങ്കിലോ അവർക്ക് എങ്ങനെയെന്ന് വെച്ചാൽ ഒരാൾ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്ത് ജനിച്ചു വളർന്നയാളും ആകുകയും വിവാഹശേഷം 2 പേരും കേരളത്തിൽ സ്ഥിര താമസക്കാരായിരിക്കുകയും ചെയ്താൽ, അപ്പം ഒരാൾ കേരളത്തിലും ഒരാൾ ഔട്ട്സൈഡ് സ്റ്റേറ്റും ആണെങ്കിൽ അവർ വിവാഹശേഷം കേരളത്തിൽ വന്ന് താമസിക്കുകയും ചെയ്താൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് അർഹതയുണ്ടായിരിക്കും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ആപ്ലിക്കൻസിൻ്റെ മാതാപിതാക്കളാണ്. അപ്പോൾ മാതാപിതാക്കളിൽ ഒരാൾ കേരളത്തിലും ഒരാൾ ഔട്ട്സൈഡ് സ്റ്റേറ്റും, അല്ലെങ്കിൽ 2 പേരും കേരളത്തിൽ ജനിച്ചിട്ട് പുറത്തോട്ട്
പോയിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ചൊരു കുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് അർഹത ഉണ്ടായിരിക്കും. പക്ഷേ ഇവിടെ വന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും അച്ഛനും അമ്മയും തമിഴ്നാട്ടുകാരാണ്. ഈ ആപ്ലിക്കൻസിൻ്റെ അച്ഛനും അമ്മയും തമിഴ്നാട്ടുകാരാണ്. ഇവർ ഈ ആപ്ലിക്കൻ്റ് ജനിച്ചതും തമിഴ്നാട്ടിലാണ്. അപ്പോൾ അവർക്ക് കേരളത്തിൽ അവർ അതിനുശേഷം കേരളത്തിൽ വരികയും കേരളത്തിൽ താമസിക്കുകയും കേരളത്തിൽ പഠിക്കുകയും ഒക്കെ ചെയ്തു. അതിനുശേഷമാണ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് വേണ്ടി പോയത്. അങ്ങനെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പോകുമ്പോൾ കേരളത്തിൽ ജനിക്കാത്ത, കേരളത്തിൽ മാതാപിതാക്കളില്ലാത്ത ഒരാൾക്ക് കേരളത്തിൽ ജീവിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രം നേറ്റിവിറ്റി, അല്ലെങ്കിൽ കേരളത്തിൽ പഠിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രം നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് അർഹതയുണ്ടോ എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യനിൽ കോടതി കൊടുത്ത ആൻസറാണ്. അത് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ കോടതി നോക്കുന്നത് ഒരു ഹൈക്കോർട്ട് ഓഫ് മദ്രാസിൻ്റെ ഡിസിഷനാണ്. ഗൗതം വേഴ്സസ് സെക്രട്ടറി അഡീഷണൽ DME സെലക്ഷൻ കമ്മിറ്റി ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് അതേഴ്സ്. ഈ കേസിനകത്തെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വന്നത് വെദർ എ പേഴ്സൺ ഹൂ ഈസ് ബോൺ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് തമിഴ്നാടു ബട്ട് ബ്രോട്ട് അപ്പ് ആൻഡ് എഡ്യൂക്കേറ്റഡ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള ക്യാൻ ബി ട്രീറ്റഡ് ആസ് എ നേറ്റീവ് ഓഫ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാടു. അപ്പോൾ ഒരു തമിഴ്നാട്ടിൽ ജനിച്ച ശേഷം ജീവിച്ചതും പഠിച്ചതുമൊക്കെ സ്റ്റേറ്റ് ഓഫ് കേരളയിലാണെങ്കിൽ അത് തമിഴ്നാട് നേറ്റീവായിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു അവിടെ വന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഇറ്റ് വാസ് ഹെൽഡ് ഇൻ ദിസ് കേസ് ദാറ്റ് ദ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അറ്റ് നോ സ്ട്രെച്ച് ഓഫ് ഇമാജിനേഷൻ ക്യാൻ ബി ബേസ്ഡ് ഓൺ ദ പ്ലേസ് ഓഫ് ബർത്ത് ആണ്. ആൻഡ് ദ ക്രൈറ്റീരിയൻ ഫോർ ഇഷ്യൂ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഷാൽ ബി ദ പ്ലേസ് വെയർ ദ പേഴ്സൺ കൺസേൺഡ് ഹാസ് ബീൻ ബ്രോട്ട് അപ്പ് ആൻഡ് എഡ്യൂക്കേറ്റഡ്. അതിൻ്റെ ക്രൈറ്റീരിയൻ, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ എന്നതിൻ്റെ ക്രൈറ്റീരിയൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ദ പ്ലേസ് വെയർ ദ പേഴ്സൺ കൺസേൺഡ് ഹാസ് ബീൻ ബ്രോട്ട് അപ്പ് ആൻഡ് എഡ്യൂക്കേറ്റഡ്. ജീവിച്ചതും പഠിച്ചതുമായിട്ടുള്ള സ്ഥലമായിരിക്കണം എന്നാണ് ആ കോടതിയിൽ ആ കേസിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ കേസിനകത്ത് അവരുടെ അച്ഛൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് പ്രൊഡ്യൂസ് ചെയ്തു. അവരുടെ അച്ഛൻ എന്ന് പറയുന്നത് ഇവർ ജനിക്കുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ ജീവിച്ചിരുന്ന ആളാണ്. അതുപോലെ ഇവരിവിടെ താമസിച്ചതും പഠിച്ചതുമായിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അവരുടെ ആൻസിസ്റ്റേഴ്സ് എല്ലാം തന്നെ മറ്റു സ്റ്റേറ്റുകളിലാണെങ്കിൽ പോലും ആ പെറ്റീഷണർ ഈസ് ബോൺ ഔട്ട്സൈഡ് ദ സ്റ്റേറ്റ്, ദ മെറ്റീരിയൽസ് ഇൻഡിക്കേറ്റ് ദാറ്റ് ഷീ ഈസ് എ പേഴ്സൺ ഹൂ ഈസ് സോഷ്യലി അഡാപ്റ്റഡ് ടു ദ പ്രിവെയിലിംഗ് സിസ്റ്റം ഓഫ് നോംസ് ആൻഡ് വാല്യൂസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള. അപ്പോൾ അവരിവിടെ ജനിച്ച് വളർന്ന് ഇവിടുത്തെ സോഷ്യലി അഡാപ്റ്റ് ചെയ്തിട്ടുള്ള ഇവിടുത്തെ സിസ്റ്റംസും നോംസും വാല്യൂസൊക്കെ പഠിച്ച ഒരു ആളാണ് ഈ ആപ്ലിക്കൻ്റ് എന്ന് പറയുന്നത്. സച്ച് എ പേഴ്സൺ അക്കോർഡിംഗ് ടു മീ, അപ്പോൾ ജഡ്ജി പറഞ്ഞ എങ്ങനെയാണ്, ആർ ടു ബി ട്രീറ്റഡ് ആസ് ബിലോങ്ങിങ് ടു ദ സ്റ്റേറ്റ് ഓഫ് കേരള. ഇവിടെ ജനിച്ചതായിട്ട് കണക്കാക്കും, ഇവിടെ ഉള്ളതായിട്ട് കണക്കാക്കും. ട്രീറ്റഡ് ആസ് ബിലോങ്ങിങ് ടു ദ സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ് പറഞ്ഞത്. ഇവിടെ ഉള്ള ആളായിട്ട് കണക്കാക്കും. ഇവിടെ ജനിച്ചതല്ല, ഇവിടെ ഉള്ള ആളായിട്ട് കണക്കാക്കും. നീഡ്ലെസ് ടു സേ ദാറ്റ് there are entitled to nativity certificate for claiming educational and other benefits available to the natives of the state. ഇവർക്കും ഇവിടെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് അർഹതയുണ്ട്. എന്തിനാണ്? എഡ്യൂക്കേഷണലായിട്ടുള്ളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടിയിട്ട് നേറ്റീവ്സ് ഓഫ് കേരളയ്ക്ക് എങ്ങനെയാണോ ഇവിടെയുള്ള അവർക്കുള്ള അവകാശമുള്ളത് അതുപോലെ അവർക്കും ഉണ്ട്. അപ്പോൾ അവർക്ക് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ടുള്ള യോഗ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അവർ ഔട്ട്സൈഡ് ജനിച്ചാലും ഇവിടെ ബ്രോട്ട് ആൻഡ് എഡ്യൂക്കേറ്റഡ് ഇൻ കേരളയാണെങ്കിൽ അവർക്കും നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കാം. അപ്പോൾ ഈ കേസിനകത്ത് അവർ ജനിച്ചത് തമിഴ്നാട്ടിലാണെങ്കിൽ പോലും അവരുടെ മാതാപിതാക്കൾ തമിഴ്നാട്ടിൽ ആണെങ്കിൽ പോലും അവരിവിടെ വളർന്നതും അതുപോലെ പഠിച്ചതും ഇവിടെ ആയതുകൊണ്ട് അവർക്ക് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കാനായിട്ട് ഓർഡർ ചെയ്തു. ഈ പറയുന്ന വില്ലേജിൽ നിന്ന് അവരുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്ത ഓർഡറിനെ സെറ്റിസ്ഫൈഡ് ചെയ്തിട്ട് അവർക്ക് ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കാനായിട്ട് കോടതി ഉത്തരവിട്ടു. അപ്പം ഇതിൻ്റെ അർത്ഥം എന്താണ്? നമുക്കും ഇങ്ങനെയുള്ളൊരു ഇഷ്യൂ വരുമ്പോഴത്തേക്ക് നമുക്ക് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുമ്പോൾ നമുക്കും ഇതുപോലുള്ള ഈ ഡിസിഷൻ നമുക്ക് ഉപകാരപ്പെടും. അപ്പോൾ നമ്മൾ വില്ലേജിലാണ് അപേക്ഷ കൊടുക്കാനുള്ളത്. വില്ലേജ് ഓഫീസറിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അപേക്ഷ കൊടുക്കണം. അപേക്ഷ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ എവിടെയാണ് താമസിക്കുന്നത്, നമ്മളെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കാണിക്കണം. അച്ഛൻ്റെ അമ്മയുടെ പേര്, അവർ റെസിഡൻസ് ആണെന്നുള്ള കാര്യം കാണിച്ചുകൊണ്ട് ഒരു അപേക്ഷ, ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അത് വില്ലേജിൽ കൊടുത്താൽ അത് അവർ അതിനെക്കുറിച്ച് എൻക്വയറിയൊക്കെ നടത്തിയ ശേഷം നിങ്ങൾക്ക് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് തരും. ഇപ്പോൾ അക്ഷയ വഴിയും കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യണം. അപ്പോൾ ഇത് മെയിനായിട്ടും പല കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് ഉപയോഗപ്പെടും നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്സ്. അതിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങി നടക്കുന്നുണ്ട്. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളും ഇത് വില്ലേജ് ഓഫീസിൻ്റെ ഫംഗ്ഷൻസിൽ വരും. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആ ഫംഗ്ഷൻസിൽ ഏത് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അതൊക്കെ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ കൊടുത്ത് അത് വാങ്ങിക്കണം. ഞാൻ പറഞ്ഞല്ലോ അക്ഷയ വഴിയൊക്കെ കൊടുക്കാൻ സാധിക്കുമെന്ന്. അക്ഷയ വഴിയൊക്കെ കൊടുക്കാൻ സാധിക്കുമെന്ന് പറയുന്നത് ഇവിടെ ജനിച്ച് വളർന്നവർക്കാണ്. പക്ഷേ ഔട്ട്സൈഡ് സ്റ്റേറ്റിലൊക്കെ ജനിച്ച് ബർത്ത് സർട്ടിഫിക്കറ്റ് പുറത്തുള്ളവർക്ക് അക്ഷയ വഴി കൊടുക്കാൻ പറ്റത്തില്ല. ഡയറക്റ്റായിട്ട് വില്ലേജ് ഓഫീസിൽ തന്നെ കൊടുക്കണം. ഔട്ട്സൈഡ് സ്റ്റേറ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിൽ തഹസിൽദാരാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്.
നമ്മളെ ഇവിടുത്തെ പർപ്പസിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസറാണ് ഇഷ്യൂ ചെയ്യുന്നത്. വില്ലേജ് ഓഫീസറും തഹസീൽദാരും ഒക്കെയാണ് ഈ പറയുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. അതിൻ്റെ എൻക്വയറി ഒക്കെ നടത്തിയിട്ടാണ് അവർ തരുന്നത്. ഇനിയിപ്പോൾ പുതിയ വീഡിയോ എന്തെങ്കിലും നല്ല വീഡിയോസ് വരുമ്പം ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് വരുമ്പോൾ കാണാം. ബൈ.